സെഖര്യാവ് 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ലെബാനോനെ, നിന്റെ ദേവദാരുക്കൾ തീയ്ക്ക് ഇരയായിത്തീരേണ്ടതിന് വാതിൽ തുറന്നുവെക്കുക. ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചുമിരിക്കയാൽ സരളവൃക്ഷമേ ഓളിയിടുക. ദുർഗമവനം വീണിരിക്കയാൽ ബാശാനിലെ കരുവേലകങ്ങളെ ഓളിയിടുവീൻ. ഇടയന്മാരുടെ മഹത്വം നശിച്ചിട്ട് അവർ മുറയിടുന്നത് കേട്ടുവോ? യോർദാന്റെ മുറ്റുകാട് നശിച്ചിട്ട് ബാലസിംഹങ്ങളുടെ ഗർജനം കേട്ടുവോ? എന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: അറുപ്പാനുള്ള ആടുകളെ മേയിക്ക. അവയെ മേടിക്കുന്നവർ കുറ്റം എന്നു എണ്ണാതെ അവയെ അറുക്കുന്നു. അവയെ വിൽക്കുന്നവരോ ഞാൻ ധനവാനായി തീർന്നതുകൊണ്ട് യഹോവയ്ക്ക് സ്തോത്രം എന്ന് പറയുന്നു. അവരുടെ ഇടയന്മാർ അവയെ ആദരിക്കുന്നില്ല. ഞാൻ ഇനിയും ദേശനിവാസികളെ ആദരിക്കുകയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ മനുഷ്യരെ ഓരോരുത്തനെ അവനവന്റെ കൂട്ടുകാരന്റെ കൈയിലും അവനവന്റെ രാജാവിന്റെ കൈയിലും ഏൽപ്പിക്കും. അവർ ദേശത്തെ തകർത്തു കളയും. അവരുടെ കൈയിൽ നിന്ന് ഞാൻ അവരെ രക്ഷിക്കുകയുമില്ല. അങ്ങനെ അറുപ്പാനുള്ള ആടുകളെ, കൂട്ടത്തിൽ അരിഷ്ടതയേറിയവയെ തന്നെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ 2 കോലെടുത്തു. ഒന്നിനു ഇമ്പമെന്നും മറ്റേതിനു ഒരുമ എന്നും പേരിട്ടു. അങ്ങനെ ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ 1 മാസത്തിൽ 3 ഇടയന്മാരെ ഛേദിച്ചു കളഞ്ഞു. എനിക്കു അവരോട് വെറുപ്പ് തോന്നി. അവർക്ക് എന്നോട് നീരസം തോന്നിയിരുന്നു. ഞാൻ നിങ്ങളെ മേയിക്കയില്ല. മരിക്കുന്നത് മരിക്കട്ടെ, കാണാതെ പോകുന്നത് കാണാതെ പോകട്ടെ. ശേഷിച്ചിരിക്കുന്നവ ഒന്നിന്റെ മാംസം തിന്നുകളയട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അനന്തരം ഞാൻ ഇമ്പം എന്ന കോലെടുത്തു. ഞാൻ സകല ജാതികളോടും ചെയ്തിരുന്ന എന്റെ നിയമത്തെ മുറിക്കേണ്ടതിന് അതിനെ മുറിച്ചു കളഞ്ഞു. അത് ആ ദിവസത്തിൽ തന്നെ മുറിഞ്ഞുപോയി. അങ്ങനെ എന്നെ നോക്കിക്കൊണ്ടിരുന്ന കൂട്ടത്തിൽ അരിഷ്ടതയേറിയവ അത് ദൈവത്തിന്റെ അരുളപ്പാട് എന്ന് ഗ്രഹിച്ചു. ഞാൻ അവരോട്, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്റെ കൂലി തരുവീൻ, ഇല്ലെന്നു വരികിൽ തരണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്റെ കൂലിയായ 30 വെള്ളിക്കാശ് തൂക്കിത്തന്നു. എന്നാൽ യഹോവ എന്നോട്, അത് ഭണ്ഡാരത്തിൽ ഇട്ടുകളക. അവർ എന്നെ മതിച്ചിരിക്കുന്ന മനോഹരമായ ഒരു വില തന്നെ എന്ന് കൽപ്പിച്ചു. അങ്ങനെ ഞാൻ ആ 30 വെള്ളിക്കാശ് വാങ്ങി യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരത്തിൽ ഇട്ടുകളഞ്ഞു. അനന്തരം ഞാൻ യഹൂദയും ഇസ്രയേലും തമ്മിലുള്ള സഹോദരത്വം ഭിന്നിപ്പിക്കേണ്ടതിന് ഒരുമ എന്ന മറ്റേ കോൽ മുറിച്ചു കളഞ്ഞു. എന്നാൽ യഹോവ എന്നോട് കൽപ്പിച്ചത്, നീ ഇനി ഒരു തുമ്പുകെട്ട ഇടയന്റെ കോപ്പ് എടുത്തുകൊള്ളുക. ഞാൻ ദേശത്തിൽ ഒരു ഇടയനെ എഴുന്നേൽപ്പിക്കും. അവൻ കാണാതെ പോയവയെ നോക്കുകയോ ചിതറിപ്പോയവയെ അന്വേഷിക്കുകയോ മുറിവേറ്റവയെ പൊറുപ്പിക്കുകയോ ദീനമില്ലാത്തവയെ പോറ്റുകയോ ചെയ്യാതെ തടിച്ചവയുടെ മാംസം തിന്നുകയും കുളമ്പുകളെ കീറിക്കളയുകയും ചെയ്യും. ആട്ടിൻകൂട്ടത്തെ ഉപേക്ഷിച്ച് കളയുന്ന തുമ്പുകെട്ട ഇടയനും അയ്യോ കഷ്ടം. അവന്റെ ഭുജത്തിനും വലം കണ്ണിനും വരൾച്ച. അവന്റെ ഭുജം അശേഷം വരണ്ടും വലം കണ്ണു അശേഷം ഇരുണ്ടും പോകട്ടെ.